ഹലോ സ്റ്റുഡൻസ്, സോ വെൽക്കം ടു അനദർ സെഷൻ. നമ്മൾ റിവിഷൻ ആണ്. തേർഡ് ചാപ്റ്റർ മെട്രിക്സസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡേർഡ് റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. മെട്രിസസ് അതിൻ്റെ പ്ലൂറൽ. ഓക്കെ, സോ എ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ഫോർ എ ജനറൽ എടുത്തിരിക്കുന്നതാണ്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് ഡിനോട്ട് ചെയ്യുക, സ്ക്വയർ ബ്രാക്കറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഡിനോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എ എന്നൊരു മെട്രിക്സ് നമുക്ക് 2 0 -1 3 എന്നൊരു മെട്രിക്സ് എടുത്താൽ ഇവിടെ നോക്കിയാൽ എന്താണ്? 2 റോ ഉണ്ട്, 2 കോളം ഉണ്ട് അല്ലേ? സോ 2 റോസ് 2 കോളം. സോ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്ന എന്താണ്? മെട്രിക്സിൻ്റെ ഓർഡർ ആണ്. അപ്പം m/n എന്ന് പറഞ്ഞാൽ m എന്താണ്? നമ്പർ ഓഫ് റോസും n എന്താണ്? നമ്പർ ഓഫ് കോളം ആയിരിക്കും. ഇനി എക്സസൈസ് 3.1ലെ ബേസിക് കോൺസെപ്റ്റ്സ് ആണ് വരുന്നത്. പിന്നെ എക്സാമ്പിൾ നമ്പർ 1 നോക്കാം. ഇഫ് മെട്രിക്സ് ഹാസ് 8 എലമെൻറ്റ്സ്, വാട്ട് പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ക്യാൻ ഹാവ്? ഓക്കെ, ഒരു മെട്രിക്സിലെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൽ വന്നിരിക്കുന്ന നമ്പേഴ്സ്. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ 2 0 -1 3 4 എലമെൻറ്റ്സ് ആണ് അല്ലേ? അതുപോലെ 8 എലമെൻറ്റ്സ് വരുന്ന ഒരു മെട്രിക്സിനെ നമുക്ക് ഏതൊക്കെ പോസിബിൾ ഓർഡറിൽ എഴുതാം? അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കേണ്ട എന്താ? ഫാക്ടേഴ്സ് ഓഫ് 8 നോക്കിയാൽ മതി. 1/8 1 റോ 8 കോളം അല്ലേ? 8/1 8 റോസും 1 കോളമായിട്ട് എഴുതാം. 2 റോസും 4 കോളമായിട്ട് എഴുതാം. 4 റോസും 2 കോളമായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ എത്ര പോസിബിൾ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആൻസർ എന്ത് വരും? 4 ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത എക്സാമ്പിൾ നമ്പർ 3 നോക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. കൺസ്ട്രക്ട് എ 3/2 മെട്രിക്സ് ഹൂസ് എലമെൻറ്റ്സ് ആർ ഗിവൺ ബൈ aij ഇസ് ഈക്വൽ ടു 1/2 മോഡ് i - 3j. എന്താണ് ഈ aij? ആ പൊസിഷനെ ഡിനോട്ട് ചെയ്യുന്നതാണ് അല്ലേ? സോ i ഏത് റോ ആണെന്നും ജെ ഏത് കോളത്തിലാണ് വരുന്നത് എന്നുള്ളതാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, നമുക്കൊരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന ഓരോ എലമെൻറ്റ്സും നമ്മൾ ഈ എക്സ്പ്രഷനിൽ നിന്നായിരിക്കും ഫോം ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഏത് മെട്രിക്സ് ആണ് ഫോം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ മെട്രിക്സിൻ്റെ പൊസിഷൻ എഴുതുക. ഓക്കെ, സോ A11 A12 3 റോസ് ആണ് വേണ്ടത്. അപ്പം 3 റോസ് ആയിട്ട് A11 A12 A21 A22 A31 A32. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓരോ വാല്യൂസ് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് എഴുതാതെ ഇപ്പം മൈൻഡ് കാൽക്കുലേഷനിൽ പോകുമ്പോൾ നമുക്ക് ഒരു ടെൻഷനായിരിക്കും, അല്ലെങ്കിൽ കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ എപ്പോഴും ഈ ഒരു മെട്രിക്സ് എഴുതിയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇനി A11 എന്ന് പറഞ്ഞാൽ എന്താണ്? I1 ആണ്, J1 ആണ്. നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ 1/2 മോഡ് 1 - 3 × 1 അല്ലേ? 1 - 3 എന്താ? -2 ആണ്. -2ൻ്റെ മോഡ് 2 ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1 എന്ന ആൻസർ വരും. അപ്പോൾ ഫസ്റ്റ് എലമെൻ്റ് എന്താണ്? 1 അല്ലേ? ഇനി A12 എങ്ങനെയാണ് കാണുന്നത്? A12 എന്ന് പറയുന്നത് വീണ്ടും 1/2 ഇൻറ്റു ഐക്ക് പകരം 1 -3 × j എന്നുള്ളിടത്ത് 3 × 2. ഇനി സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? -5 മോഡ് എടുക്കുമ്പോൾ +5 5/2 എന്ന് വരും. ഓക്കെ, ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബാക്കി വാല്യൂസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഫൈനൽ ആൻസർ എന്ത് വരും? 1 5/2 1/2 2 പിന്നെ 0 3/2. ഓക്കെ, ഇവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ വരുന്നുള്ളൂ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് മെട്രിസസിലെ ടൈപ്സ് ഏതൊക്കെയാണ്? സിമ്പിളാണ്, ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒറ്റ ഒരു കോളം മാത്രമേ കാണുള്ളൂ. അപ്പോൾ -1 0 1 ഇവിടെ 3 റോസ് ഉണ്ട്, ഒരു കോളം ഉണ്ട്. അപ്പോൾ ജനറലായിട്ട് നമുക്ക് ഓർഡർ വേണമെങ്കിൽ എങ്ങനെ പറയാം? m/1 എന്നാണ് പറയുന്നത് കോളം മെട്രിക്സിൻ്റെ, കാരണം എപ്പോഴും ഒറ്റ കോളം മാത്രമേ കാണുള്ളൂ. നെക്സ്റ്റ് വരുന്ന റോ മെട്രിക്സ് എന്തായിരിക്കും? ഒറ്റ റോ മാത്രമേ കാണുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്താൽ -5 √5 കോമ ഇടരുത് കേട്ടോ 2 പിന്നെന്താണ് 1/3. അപ്പോൾ 1/4 എന്നാണ് ഓർഡർ വരുന്നത് അല്ലേ? ഇവിടെ നിങ്ങൾക്ക് ഓർഡർ ജനറലായിട്ട് 1/n എന്ന് എഴുതാം, കാരണം നമ്പർ ഓഫ് റോസ് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. നെക്സ്റ്റ് സ്ക്വയർ മെട്രിക്സ്. റോസും കോളവും ഈക്വൽ ആയിട്ട് വരുന്ന മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്വയർ മെട്രിക്സ്. അപ്പോൾ m/n ഓർഡർ ആണെങ്കിൽ m വിൽ ബി ഈക്വൽ ടു n ആയിരിക്കും. അപ്പോൾ ഓർഡർ നമുക്ക് വേണമെങ്കിൽ m/m എന്നും എഴുതാം, n/n എന്നും എഴുതാം. ഓക്കെ, സോ ഇവിടെ ആ ഒരു സ്ക്വയർ മെട്രിക്സ് എന്താണ്? 2/2 ആണ്. 2/2 സ്ക്വയർ മെട്രിക്സ് ആണ് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ്
ഡയഗണൽ മെട്രിക്സ് ഓൾ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ആർ സീറോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡയഗണലി വരുന്ന എലമെൻറ്റ്സ് ഒക്കെ നോൺ സീറോ ആയിരിക്കും. ഓക്കെ, ബാക്കി വരുന്ന എലമെൻറ്റ്സ് എല്ലാം എന്തായിരിക്കും, സീറോസ് ആയിരിക്കും. അപ്പം നമുക്ക് ഇവിടെ ഒരു റോ ഒരു കോളമായിട്ട് ഫോറിനെ കൺസിഡർ ചെയ്താൽ ഫോറും എന്താണ്, ഡയഗണൽ മെട്രിക്സിന് ഒരു എക്സാമ്പിൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ബി 2/2 ഒരു ഡയഗണൽ മെട്രിക്സ് എഴുതിയാൽ എന്താ, ഡയഗണലി വരുന്ന എലമെൻറ്റ്സ് എല്ലാം നോൺ സീറോ ആയിരിക്കും, പിന്നെ അല്ലാതെ വരുന്ന എലമെൻറ്റ്സ് സീറോ ആയിരിക്കും. ഓക്കെ, ഇനി 3/3 മെട്രിക്സ് ആണ്, ഡയഗണൽ എലമെൻറ്റ്സ് എന്താണ്, നോൺ സീറോ ആണ്, ബാക്കി എലമെൻറ്റ്സ് എല്ലാം സീറോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ A11 ആണ് അല്ലേ, A22 ആണ്, A33 ആണ്. അപ്പോൾ IJ ഈക്വൽ ആണെങ്കിൽ അവിടെ എല്ലാ എലമെൻറ്റ്സ് എന്തായിരിക്കും, നോൺ സീറോ ആയിരിക്കും. ഇനി IJ നോട്ട് ഈക്വൽ ആണെങ്കിൽ ഇവിടെ എന്താ, A12 A13 ഐയും ജെയും ഈക്വൽ അല്ലാത്തടത്തെല്ലാം എന്താ വരുന്നത്, സീറോ ആണ് വരുന്നത്. സോ BIJ വിൽ ബി ഈക്വൽ ടു സീറോ. AIJ എന്നോ BIJ എന്നോ എഴുതാം. സോ AIJ will be equal to 0 when I not equal to J. അപ്പോൾ ആ പൊസിഷൻസിലെല്ലാം സീറോ ആയിരിക്കും വരുന്നതെന്ന് ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്കെയിലാർ മെട്രിക്സ്. എന്താണ് സ്കെയിലാർ മെട്രിക്സ്? ഡയഗണൽ മെട്രിക്സിൻ്റെ തന്നെ എലമെൻറ്റ്സ്, അതായത് ഡയഗണലിൽ വരുന്ന എലമെൻറ്റ്സ് എല്ലാം സെയിം ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം, സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഡയഗണൽ മെട്രിക്സും സ്കെയിലാർ മെട്രിക്സും തമ്മിലുള്ള ഡിഫറൻസ് ഓർത്തിരിക്കുക. ഡയഗണൽ മെട്രിക്സിൽ ഡയഗണലിൽ വരുന്ന എലമെൻറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും, സ്കെയിലാർ മെട്രിക്സിൽ ഡയഗണലിൽ വരുന്ന എലമെൻറ്റ്സ് സെയിം ആയിരിക്കും, ബാക്കി എലമെൻറ്റ്സ് എല്ലാം സീറോ ആയിരിക്കും. നെക്സ്റ്റ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഇത് നമ്മൾ ഇൻവേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഐഡൻറ്റിറ്റി എന്താ, 1 ആണ് അല്ലേ, ഡയഗണൽ എലമെൻറ്റ്സ് 1 ആയിട്ട് വരുന്ന മെട്രിക്സിനെ നമ്മൾ പറയുന്നത് സ്ക്വയർ മെട്രിക്സ് ആണെന്നൂടെ ഓർക്കുക. സ്ക്വയർ മെട്രിക്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഇവിടെയും ആ പൊസിഷൻ വെച്ച് A11 A12 നോക്കിയാൽ A11 A22 A33 ഇവിടെ മൂന്നും എന്താ 1 ആ വരുന്നത്. അപ്പോൾ I ഈക്വൽ ടു J വരുന്നിടത്തെല്ലാം എന്താ, AIJ 1ഉം I നോട്ട് ഈക്വൽ ടു J വരുന്നിടത്ത് A12 A13 I നോട്ട് ഈക്വൽ ടു J വരുന്നിടത്തൊക്കെ എന്താണ്, സീറോ ആണ് വരുന്നത്. ഓക്കെ, അതേപോലെ ഓർക്കുക B ഈക്വൽ ടു മെട്രിക്സ് 1 എന്ന് പറഞ്ഞാൽ അതും ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെയാണ്, 1/1 ഓർഡറിൽ എഴുതുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്ന സീറോ മെട്രിക്സ്. എന്തായിരിക്കും, എല്ലാ എലമെൻറ്റ്സും സീറോ ആയിരിക്കും. സീറോ മെട്രിക്സിൻ്റെ വേറൊരു പേരാണ് നൾ മെട്രിക്സ് എന്നുള്ളത്, ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ O. അതും കൂടെ ഓർത്തിരിക്കാം. ഓക്കെ, സിംഗിൾ എലമെൻ്റ് ആയിട്ടും ഉണ്ട്, സ്ക്വയർ മെട്രിക്സ് അല്ലാതെ 4 എലമെൻറ്റ്സ് ആയിട്ടും എഴുതാൻ പറ്റും, 4 9 എലമെൻറ്റ്സ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും 3/3 ഓർഡറിൽ. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. എക്സസൈസ് 3.1 ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്, നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്പർ ഓഫ് പോസിബിൾ മെട്രിസസ് ഓഫ് ഓർഡർ 3/3 ഈച്ച് എൻട്രി 0 1. അപ്പോൾ 3/3 ഓർഡറിലുള്ളൊരു മെട്രിക്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, എന്താണ് പോസിബിൾ നമ്പർ ഓഫ് മെട്രിസസ് ഓഫ് ഓർഡർ 3/3? ഓരോ എൻട്രിയും എന്തായിരിക്കും, ഓരോ പൊസിഷനിലും വരുന്ന നമ്പേഴ്സ് 0 ആകാം അല്ലെങ്കിൽ 1 ആകാം. അപ്പോൾ ആദ്യം 3/3 മെട്രിക്സിൻ്റെ ജസ്റ്റ് പൊസിഷൻസ് എല്ലാം ഒന്ന് എഴുതി പോവാം. ഇങ്ങനെ ഒരു ബോക്സ് പോലെ വരച്ചാൽ നമുക്കറിയാം എന്താണ്, ടോട്ടൽ 9 എലമെൻറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഈ 9 എലമെൻറ്റ്സിലും ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് 2 ഓപ്ഷൻസ് ആണ് അല്ലേ, എന്താണ്, ഒന്നുകിൽ 0 കൊടുക്കാം അല്ലെങ്കിൽ 1 കൊടുക്കാം. അപ്പോൾ 0 ഇവിടെ കൊടുത്താൽ ബാക്കി ഇവിടെ 0 കൊടുത്തും നമുക്ക് എഴുതാം, 1 കൊടുത്ത് എഴുതാം. ബാക്കി എല്ലാ പൊസിഷൻസും ഇതുപോലെ തന്നെയാണ്, ഇവിടെ 0 കൊടുക്കാം അല്ലെങ്കിൽ 1 കൊടുക്കാം. അതായത് ഒരു ഒറ്റ പൊസിഷനിൽ നമുക്ക് പോസിബിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന പോസിബിലിറ്റീസ് ഏതൊക്കെയാണ്, 2 നമ്പേഴ്സാണ്, 0 അല്ലെങ്കിൽ 1. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനോടൊന്ന് ഓർത്തിരിക്കുക. അപ്പം നമുക്ക് ഓരോ പൊസിഷനിലും 2 ആയതുകൊണ്ട് 2 × 2 × 2 അങ്ങനെ എത്ര എണ്ണം ഉണ്ട്, ടോട്ടൽ 9 ബോക്സസ് ഉണ്ട് അല്ലേ. അപ്പോൾ 2 × 2 × വെച്ചിട്ട് 2⁻9 വരും, 512 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ 2/2 ചോദിച്ചാൽ ഓരോ പൊസിഷനിലും എടുക്കാവുന്ന നമ്പേഴ്സ് 157, അതായത് 3 നമ്പേഴ്സിൻ്റെ പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ ഓരോ പൊസിഷനിലും 3 നമ്പേഴ്സിന് ചാൻസ് ഇല്ലേ. അപ്പോൾ 3 × 3 × 3 3⁴ 81 എന്നായിരിക്കും ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ,
നെക്സ്റ്റ് വരുന്ന എക്സസൈസ് 3.2 ഓപ്പറേഷൻസ് ഓൺ മെട്രിസസ് ആണ്. ഇവിടെ നിങ്ങൾ പഠിക്കുന്ന അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ആണ്. ഓക്കെ, അപ്പോൾ അഡീഷന് ഫോളോ ചെയ്യേണ്ട റൂൾ എന്താണ്? അഡീഷൻ ഓർക്കുക, സെയിം ഓർഡർ മെട്രിക്സ് ആണെങ്കിലാണ് നമുക്ക് അഡീഷൻ ഓരോ പൊസിഷനും കറസ്പോണ്ടിങ് പൊസിഷൻസ് തമ്മിലാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ A11ലുള്ള എലമെൻറ്റും ഇവിടെ B11ലുള്ള എലമെൻറ്റും തമ്മിലായിരിക്കും അഡീഷൻ നടക്കുന്നത്. ഓക്കെ, സോ ഓർഡർ സെയിം ആണെന്ന് ഓർക്കുക. M=A ആയിരിക്കണം, N=B ആയിരിക്കണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റൂൾ. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പം വീണ്ടും ഓർക്കേണ്ടത് ഇന്റേണൽ എലമെൻസിൻ്റെ ഇന്റേണൽ വാല്യൂസ് സെയിം ആയിരിക്കണം. അതായത് ഓർഡർ എഴുതിയിട്ട് M/N A/B രണ്ട് മെട്രിസസ് ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നതെങ്കിൽ എങ്ങനെയുള്ള മെട്രിസസേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? N, അതായത് ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളവും സെക്കൻഡ് മെട്രിക്സിൻ്റെ റോയും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ഇൻറ്റേർണൽ വാല്യൂസ് ഓർഡറിലെ ഈക്വൽ എന്ന് ഓർക്കുക. ഓക്കെ, ഇനി റിസൾട്ടൻ മെട്രിക്സിൻ്റെ ഓർഡർ എഴുതാൻ എളുപ്പമാണ്. എന്ത് എഴുതിയാൽ മതി? ആ എക്സ്റ്റേണൽ വരുന്ന വാല്യൂസ് M/B ആയിരിക്കും റിസൾട്ടൻ മെട്രിക്സിൻ്റെ ഓർഡർ വരുന്നത്. പിന്നെ ഈ കമ്മ്യൂട്ടേറ്റിവിറ്റി വാലിഡ് അല്ല എന്നോട് ഓർത്തിരിക്കുക. AB ≠ BA. A/B മെട്രിക്സ് B/A മെട്രിക്സിന് ഈക്വൽ ആയിരിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് എക്സസൈസ് 3.3 എന്താണ് ട്രാൻസ്പോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് റോസ് തിരിച്ച് കോളമായിട്ടും കോളം തിരിച്ച് റോസ് ആയിട്ടും എഴുതും. അപ്പോൾ ഓർഡർ എങ്ങനെ ചേഞ്ച് ആവും? അതൊരു M/N മെട്രിക്സ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ 3/2 മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ ട്രാൻസ്പോസ് എഴുതുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? 2/3 ആയിരിക്കും. ഓക്കെ, ഇനി എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? എ എന്നുള്ള മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിനെ നമുക്ക് A' എന്നോ അല്ലെങ്കിൽ AT എന്നോ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ മെട്രിക്സ്. എന്താണ് ഓർഡർ? 3 റോസ് ഉണ്ട്, 2 കോളം, 3/2 ആണ് ഓർഡർ അല്ലേ? ട്രാൻസ്പോസ് എഴുതുമ്പോൾ എങ്ങനെ വന്നു? ഈ റോയിലുള്ളതെല്ലാം നമ്മൾ കോളമായിട്ട് എഴുതി, റോയിനെ കോളമായിട്ട് എഴുതി 8 0 4 -2 3 6, അല്ലെങ്കിൽ ഇങ്ങനെ കോളത്തിനെ റോ ആയിട്ട് എഴുതി. എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു വന്നിരിക്കുന്നത് അതേ രീതി ഫോളോ ചെയ്യുക. ഇപ്പം നോക്കിയേ, ഓർഡർ എങ്ങനെ വന്നു? 2 റോയും 3 കോളം എന്നുള്ള 2/3. ജസ്റ്റ് ഓർഡർ റിവേഴ്സ് ആയിട്ട് വരുന്നു എന്ന് ഓർക്കാം. ഓക്കെ, ഇനി ഈ ട്രാൻസ്പോസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, സിലബസിലുള്ളതാണ്. A ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. ഒരു മെട്രിക്സിനെ നമ്മൾ ട്രാൻസ്പോസ് എടുത്തു, ആ ട്രാൻസ്പോസ് കിട്ടിയ മെട്രിക്സിനെ വീണ്ടും തിരിച്ചാൽ എന്താ വരുന്നത്? ഇപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് നോക്കിയാൽ 8 4 3 അല്ലേ? ഈ റോയെ ഞാൻ കോളമായിട്ട് എഴുതി, അടുത്ത റോ നമുക്ക് കോളമായിട്ട് എഴുതിയാൽ എന്ത് വരും? 0 -2 6. അപ്പം വീണ്ടും പഴയ മെട്രിക്സ് തന്നെ അല്ലേ കിട്ടിയേ? ഇത് രണ്ടും എന്താണ്? സെയിം ആണ് അല്ലേ? അപ്പം ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിനെ വീണ്ടും ട്രാൻസ്പോസ് എടുത്താൽ ആൻസർ എന്താണ്? A തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ A ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് വിൽ ബി A. ഇനി AB ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ? AB മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ ആൻസർ എന്ത് വരും? B ട്രാൻസ്പോസിനെ A ട്രാൻസ്പോസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് അഡീഷൻ്റെ കേസിൽ എങ്ങനെ ആയിരിക്കും? A+B ദ ഹോൾ ട്രാൻസ്പോസ്, രണ്ട് മെട്രിക്സ് ആഡ് ചെയ്ത് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ ഇൻഡിവിജ്വൽ ട്രാൻസ്പോസസിൻ്റെ സം ആയിരിക്കും A ട്രാൻസ്പോസ് + B ട്രാൻസ്പോസ് ആയിരിക്കും. ഇനി K എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. KA ദ ഹോൾ ട്രാൻസ്പോസ്, അതായത് ഒരു മെട്രിക്സിനെ നമ്മളൊരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ 3 4 5 എന്തെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് ആ കോൺസ്റ്റൻറ്റ് കോമൺ ആയിട്ട് പുറത്തെടുക്കാമല്ലോ. അപ്പോൾ K × A ട്രാൻസ്പോസ് ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ 2 5 0 4. ഓക്കെ, ഇവിടെ KA എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ 3 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആൻസർ എങ്ങനെ വരും? ഒരു സെക്കൻഡ്, ഇവിടെ നമുക്ക് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ എലമെൻറ്റിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്, വിച്ച് മീൻസ് 6 15 0 3 × 4 12. ഓക്കെ, ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ എങ്ങനെയാണ് വരുന്നത്? 6 15 0 12 എന്നാണ് വരുന്നത് അല്ലേ? അപ്പോൾ സ്ക്വയർ മെട്രിക്സ് 2/2ൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഡയഗണലിലുള്ള എലമെൻറ്റ്സ് ചേഞ്ച് ആവുന്നില്ല. ഓക്കെ,
ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ട്രിക്ക് വൈസ് വേണമെങ്കിൽ ഓർത്തിരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കെ എ ദ ഹോൾ ട്രാൻസ്പോസ്. കെ എ ദ ഹോൾ ട്രാൻസ്പോസ് എന്തായിരിക്കും എന്നാ പറഞ്ഞേ? കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ആയിരിക്കും. അപ്പോൾ ഇവിടുന്നെല്ലാം നമ്മൾ 3 കോമൺ എടുത്താൽ എന്താ പറയുന്നത്? 3 ഇൻറ്റു ഈ മെട്രിക്സിൽ നിന്ന് ഇവിടെ 2 വരും, 0, 15ൻ്റെ അവിടെ എന്ത് വരും? 5 വരും, 12ൻ്റെ അവിടെ 4. ഓക്കെ, എ എന്തായിരുന്നു? 2504 ആയിരുന്നു. എ ട്രാൻസ്പോസ് അല്ലേ ഇവിടെ കിട്ടിയ 2054. കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ് കിട്ടിയെന്ന് ഓർക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സ്ക്വയർ മെട്രിക്സ് ഒക്കെ എടുത്തൊരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ പിന്നെ മറക്കില്ല. നെക്സ്റ്റ് വരുന്നത് ഇഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. ട്രാൻസ്പോസ് ചെയ്ത് കഴിയുമ്പോഴും സെയിം മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. ഇനി ട്രാൻസ്പോസ് എടുക്കുമ്പോൾ -a ആണ് കിട്ടുന്നത്. എല്ലാത്തിനും ഒരു മൈനസ് വരികയാണെങ്കിൽ, എല്ലാ എലമെൻസിനും ഒരു മൈനസ് വരികയാണ്, ആ മൈനസിനെ നിങ്ങൾക്ക് പുറത്തെടുക്കാനും പറ്റും കോമൺ ആയിട്ട്. അങ്ങനെ ഒരു മെട്രിക്സ് ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ എന്ത് വിളിക്കും? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ക്വസ്റ്റ്യനിൽ വരുമ്പം നിങ്ങളോട് ഒരു സിമെട്രിക് മെട്രിക്സ് എഴുതാനും സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എഴുതാനും പറയും. അപ്പോൾ ഒരു മെട്രിക്സ് എഴുതാൻ പറഞ്ഞാൽ ഓർഡർ അറിയാമെങ്കിൽ എലമെൻറ്റ്സ് ഫില്ല് ചെയ്തൊരു മെട്രിക്സ് ഉണ്ടാക്കാം അല്ലേ? ഇനി ആ മെട്രിക്സിനെ നമുക്ക് സ്ക്യൂ സിമെട്രിക്കും സിമെട്രിക്കും ആക്കാൻ എന്താ ചെയ്യേണ്ടത്? സിമെട്രിക്, ഇപ്പം നമ്മൾ എഴുതിയ മെട്രിക്സ് ബി ആണെങ്കിൽ, ഇപ്പോൾ ബി ഇസ് ഈക്വൽ ടു 2/2 എടുത്ത 20 - 1 5 എന്നുള്ളൊരു മെട്രിക്സിനെ നമ്മൾ എഴുതിയതാണ്. ഓക്കെ, ഈ ബി മെട്രിക്സിൻ്റെ സിമെട്രിക് മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സിമെട്രിക് മെട്രിക്സ് പി എങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും? 1/2 ബി പ്ലസ് ബി ട്രാൻസ്പോസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ട്രാൻസ്പോസ് ആഡ് ചെയ്യുക. അതായത് 2 0 -1 5 പ്ലസ് ട്രാൻസ്പോസ് എന്ത് വരും? 2 0 -1 5 അല്ലേ? ഇത് ആഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടൻ മെട്രിക്സ് എന്തായിരിക്കും? നമ്മൾ ഫോം ചെയ്ത ബി എന്നുള്ള ഒറിജിനൽ മെട്രിക്സിൻ്റെ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. എന്താണ് സിമെട്രിക് മെട്രിക്സ്? എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ആയിരിക്കും ആ റിസൾട്ടൻ മെട്രിക്സ്. ഓക്കെ, ഇനി സ്ക്യൂ സിമെട്രിക് എന്താണ്? എ ട്രാൻസ്പോസ് ഈക്വൽ ടു -a കിട്ടണം അല്ലേ? അപ്പം നമ്മൾ പുതിയ ഒറിജിനൽ മെട്രിക്സ് ബി ആണ്, നമുക്ക് സ്ക്യൂ സിമെട്രിക്കിന് ക്യൂ എന്ന് കൊടുത്താൽ ക്യൂ എന്തായിരിക്കും? 1/2 ഇൻറ്റു ബി മൈനസ് ബി ട്രാൻസ്പോസ്, അല്ലെങ്കിൽ ബി എന്നുള്ള ഒറിജിനൽ മെട്രിക്സിൻ്റെയും ബി ട്രാൻസ്പോസിൻ്റെയും ഡിഫറൻസ് എടുത്തിട്ട് 1/2 ഹാഫ് വെച്ച് എല്ലാ എലമെൻറ്റിനെയും ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ എളുപ്പത്തിൽ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഡയഗണൽ എലമെൻറ്റ്സ് ഓഫ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഇവിടെ നോക്കിയാൽ എക്സാമ്പിൾ ഓഫ് സ്ക്യൂ സിമെട്രിക് ആണ്. ഇവിടെ എല്ലാ ഡയഗണൽ എലമെൻറ്റ്സും എന്താണ്? 0 ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. പിന്നെ അടുത്ത് നിങ്ങൾക്ക് വരുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇൻവേർട്ടിബിൾ മെട്രിക്സ്. എന്താണ് ഇൻവേർട്ടിബിൾ മെട്രിക്സ്? ഇൻവേഴ്സ് എന്ന് പറയുന്നത് സിലബസിലുള്ളതാണ്, അതിൻ്റെ പ്രൂഫും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ മെട്രിക്സ് എം എന്ന ഓർഡറിലുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് എ, ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട് എ, m/m എന്നുള്ളൊരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട്. ഓക്കെ, ഇനി അതിനൊരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ഓർക്കുക, ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നമ്പർ വൈസ് പറഞ്ഞാൽ 5ൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ റെസിപ്രോക്കൽ 1/5. 5 ഇൻറ്റു 1/5 നമുക്ക് എന്താ കിട്ടുന്നത്? 1. ഇതേ ലോജിക്ക് തന്നെയാണ്. എ എന്ന് പറയുന്ന മെട്രിക്സിനെ വേറെ ഏതോ ഒരു മെട്രിക്സ് ബി വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, ബിയും എന്താ? സെയിം ഓർഡറിലുള്ള ഒരു മെട്രിക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് കിട്ടുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐഡൻറ്റിറ്റി മെട്രിക്സ് മെട്രിക്സിൻ്റെ ഇതിൽ വരുമ്പോൾ 1 എന്നുള്ള മീനിങ് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ 5 ഇൻറ്റു 1/5 5ൻ്റെ ഇൻവേഴ്സ് ആണ് 1/5. നമ്മൾ ഈ 1/5നെ 5⁻⁻1 എന്ന് എഴുതാറില്ലേ? അതേപോലെ തന്നെ ഓർക്കുക, ഈക്വൽ ടു 1 കിട്ടുന്നുണ്ട്. സെയിം എ എന്ന് പറയുന്ന മെട്രിക്സിനെ ബി എന്ന് പറയുന്ന സെയിം ഓർഡർ മെട്രിക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് സെയിം ഓർഡർ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഈ ബിയെ എന്ത് വിളിക്കാം? എയുടെ ഇൻവേഴ്സ് എന്ന് വിളിക്കാം. എയുടെ ഇൻവേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ഇവിടെ നോക്കിയേ 2 3 1 2 എ ആണ്, ബി 2 - 3 - 1 2 ആണ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട്, മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്? 2 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 2 ഇൻറ്റു 2 4 പ്ലസ് 3 ഇൻറ്റു -1 -3 ആദ്യത്തെ ഇവിടെ വരും. ഓക്കെ, ഇനി ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 2 ഇൻറ്റു -3 -6 3 ഇൻറ്റു 2 എന്താണ്? 6 -6 പ്ലസ് 6. ഇനി അടുത്തത് സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 1 ഇൻറ്റു 2 2
2 ഇൻറ്റു -1 -2 2 -2. ഇനി 1 ഇൻറ്റു -3 -3 2 ഇൻറ്റു 2 4 -3 + 4. നമുക്ക് ആൻസർ എന്താ കിട്ടുന്നത്? 1001 I എന്നല്ലേ കിട്ടുന്നത്? വിച്ച് മീൻസ് ഇതെന്താണ്? എയുടെ ഇൻവേഴ്സ് ആണ്. ഐഡൻറ്റിറ്റി കിട്ടണമെങ്കിൽ 1 കിട്ടണമെങ്കിൽ എന്ത് വെച്ചാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ആ മെട്രിക്സിനെയാണ് നമ്മൾ എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഓർക്കേണ്ടത് ബി എ ഇസ് ഓൾസോ ഈക്വൽ ടു എന്തായിരിക്കും? ഐ ആയിരിക്കും. ബി ഇസ് ദ ഇൻവേഴ്സ് ഓഫ് എ. ഇൻ അതർ വേർഡ്സ് ബി എന്താണ്? എ ഇൻവേഴ്സ് ആയിട്ട് പറയാം. ഓക്കെ, എ ഇസ് ദ ഇൻവേഴ്സ് ഓഫ് ബി. ബി ഇൻറ്റു എയിൽ നമുക്ക് ഐ കിട്ടിയാൽ വിച്ച് മീൻസ് എ എന്താണ്? ബിയുടെ ഇൻവേഴ്സ് ആണ്. എ ബിയുടെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, സിലബസിൽ നിങ്ങൾക്ക് പ്രൂഫും ചോദിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ പ്രൂഫ് ഏതാണ്? യുണീക്നെസ് ഓഫ് ഇൻവേഴ്സ്. ഓക്കെ, സോ തിയറം 3യും മാർക്ക് ചെയ്ത് പഠിക്കുക. ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഇഫ് എക്സസ് ഈസ് യുണീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെട്രിക്സിന് ഒരൊറ്റ ഇൻവേഴ്സേ ഉണ്ടാകുള്ളൂ. അതെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം? നമ്മളിവിടെ ആദ്യം എന്താ പറയുന്നത്, രണ്ട് ഇൻവേഴ്സ് ഉണ്ടെന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യുവാണ്. ഓക്കെ, കോൺട്രഡിക്ഷൻ ആണ്. രണ്ട് ഇൻവേഴ്സ് ഉണ്ട് ഒരു മെട്രിക്സിനെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്രൂവ് ചെയ്ത് വരുമ്പോൾ എന്ത് വരും? ഈ രണ്ട് മെട്രിക്സും സെയിം ആണെന്ന് വന്നാൽ വിച്ച് മീൻസ് അത് രണ്ടും സെയിം ആണ്. എന്താ? അത് ഒറ്റ ഒരെണ്ണം തന്നെ അല്ലേ? ഓക്കെ, ബിയും സിയും ഈക്വൽ എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം തന്നെയാണ്. അങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കോൺട്രഡിക്ഷൻ വെച്ചിട്ട് എ എന്ന് പറയുന്ന മെട്രിക്സ് എ ഐ ജെ ബി എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ എം, ലെറ്റ് ബി ആൻഡ് സി ബി ടു ഇൻവേഴ്സസ് ഓഫ് എ. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഒരു ഒറ്റ ഇൻവേഴ്സേ എക്സിസ്റ്റ് ചെയ്യുന്നു ഉള്ളൂ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ രണ്ട് ഇൻവേഴ്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. അത് ബി ആണ്. ഓക്കെ, അപ്പോൾ ബിയും സിയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ ഈ യുണീക്നെസ് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ ആണ് അല്ലേ? ബി എയുടെ ഇൻവേഴ്സ് ആണെങ്കിൽ എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ ആണ്. സി എന്നൊരു ഇൻവേഴ്സ് ഉണ്ടെന്നാണ് നമ്മൾ കോൺട്രഡിക്ഷൻ എടുക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതേ കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം? എ സി ഈക്വൽ ടു സി എ ഈക്വൽ ടു ഐ എന്ന് എഴുതാമല്ലോ. ഈ രണ്ട് ഇക്വേഷൻസും കൺസിഡർ ചെയ്യുക. ഇക്വേഷൻ നമ്പേഴ്സൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി പ്രൂഫ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ? ബി എന്നുള്ളതിനെ നമുക്ക് ബി ഇപ്പം 3യെ നമുക്ക് 3 ഇൻറ്റു 1 എന്ന് എഴുതുന്ന പോലെ ബിയെ നമുക്ക് ബി ഇൻറ്റു ഐ എന്ന് എഴുതാമല്ലോ. ഈ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഐക്ക് പകരം നമുക്ക് എ സി എന്ന് എഴുതാം അല്ലേ? ഐക്ക് പകരം നമ്മൾ എ സി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് ഇതിനെ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ ബി എ എന്ന് എടുക്കാമല്ലോ. ഈ ബി എ എന്താ? ബി എ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഐ എന്ന് എഴുതാം അല്ലേ? സോ ബി എ ഐ എന്ന് എടുത്താൽ ഐ സി എന്ന് വരും. ഐ സി 1 ഇൻറ്റു സി എന്നുള്ള മീനിങ്ങിൽ എടുത്താൽ എന്താ? സി തന്നെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്തിൽ തുടങ്ങി? ബിയിൽ നിന്ന് തുടങ്ങി. ബി ഈക്വൽ ടു സി എന്ന് കിട്ടി. വിച്ച് മീൻസ് എന്താണ്? ബിയും സിയും ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഒറ്റ മെട്രിക്സേ ഉള്ളൂ അല്ലേ? വിച്ച് മീൻസ് ഇൻവേഴ്സ് ഈസ് യുണീക്ക്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിച്ചിട്ട് പോവുക എക്സാമിന്. ഇനി തിയറം നമ്പർ 4 എന്താണ്? ഇഫ് എ ആൻഡ് ബി ആർ ഇൻവേർട്ടിബിൾ മെട്രിസസ് ഓഫ് സെയിം ഓർഡർ ദെൻ എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻ ടു എ ഇൻവേഴ്സ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഇത് പ്രൂവ് ചെയ്യുന്നത്? എ ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് എന്താ? ഐ ആണ് അല്ലേ? നമ്മൾ എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഐ ആണ്. എങ്ങനെ വരുന്നത്? എ ബി ഈക്വൽ ടു ഐ. എ ഇൻവേഴ്സ് ബി ആണെങ്കിൽ ഐ ആണെന്ന് പഠിച്ചു അല്ലേ? എയുടെ ഇൻവേഴ്സ് ബി വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഐ കിട്ടും. അപ്പോൾ അതിനെ തന്നെയാണ് എ ഇൻവേഴ്സ് ഈക്വൽ ടു ഐ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എ ബി ഇൻവേഴ്സും എന്തായിരിക്കും? ഐ ആയിരിക്കും അല്ലേ? ഇനി ഇവിടെ ജസ്റ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. നമ്മൾ ആദ്യം ഇതിനെ ഈ ഒരു എക്സ്പ്രഷനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. എ ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ബോത്ത് ദ സൈഡ്സ് ആണ് എ ഇൻവേഴ്സ് എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഐ. ഓക്കെ, ഇനി ഇവിടെ റീഅറേഞ്ച് ചെയ്യുമ്പം എ ഇൻവേഴ്സ് എ ഒരുമിച്ചെടുത്തു. എ ഇൻവേഴ്സ് എ ബി ദ ഹോൾ ഇൻവേഴ്സ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടേ, ഈ എ ബി ദ ഹോൾ ഇൻവേഴ്സിനെ നമ്മൾ മാറ്റുന്നേ ഇല്ല, അങ്ങനെ തന്നെ വെച്ചിരിക്കുക. കാരണം എന്താ? പ്രൂഫ് വരുന്നതിൽ എൽ എച്ച് എസ് എ ബി ദ ഹോൾ ഇൻവേഴ്സ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ ചേഞ്ചസ് ഒന്നും കൊണ്ടുവരുന്നില്ല എന്ന് ഓർക്കുക. ഇനി എ ഇൻവേഴ്സ് എ എന്ന് പറയുന്നിടത്ത് എന്തെഴുതാം? ഐ എന്ന് എഴുതാം. എ ഇൻവേഴ്സ് ഇൻറ്റു ഐ എന്ത് വരും? എ ഇൻവേഴ്സ് തന്നെ. ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ആ മെട്രിക്സ് തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഐ ബി എന്ന് വന്നു.
ഇവിടെ എന്താ എ ഇൻവേഴ്സ് തന്നെയാണ്. ഈ ഐ ബി എന്നുള്ളത് ബി എന്ന് എഴുതാമല്ലോ. ബി ഇൻറ്റു എ ബി ദ ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് വേണ്ടത് എന്താ? ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഇവിടെ ഓൾറെഡി ഒരു എ ഇൻവേഴ്സ് ഉണ്ട് ആർ എച്ച് എസിൽ അല്ലേ. അപ്പോൾ ഒരു ബി ഇൻവേഴ്സ് കൂടെ കിട്ടിയാൽ നമുക്ക് പ്രൂഫ് കംപ്ലീറ്റ് ചെയ്യാം. അതിനെന്താ ചെയ്യുന്നത്? രണ്ട് സൈഡിലും ബി ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ബി ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ബി ഇൻവേഴ്സ് എന്താണ്? ഐ ആയിട്ട് വരും. ഓപ്പോസിറ്റ് സൈഡ് അതായത് ആർ എച്ച് എസിൽ എന്ത് വന്നു? ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് വന്നു. ഐ ഇൻറ്റു എ ബി ഇൻവേഴ്സ് തന്നെയാണ്. എ ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. അപ്പോൾ ഈ രണ്ട് പ്രൂഫും നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. സിലബസിലുള്ളതാണ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തെല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക.